നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വിദ്യാഭ്യാസ യോഗ്യത വിവാദത്തിൽ പ്രതികരിച്ച നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഹീനമായ രാഷ്ട്രീയം ഇടതുപക്ഷം അവസാനിപ്പിക്കണമെന്ന് ചെയർപേഴ്സൺ. നാമനിർദ്ദേശ പത്രികയിൽ വ്യാജ വിവരങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ജോയിസ് മേരി ആന്റണി. മാനാറി കീഴിലം റോഡ് തകർന്നു കിടക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പായിപ്ര രായമംഗലം പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ പായിപ്ര പഞ്ചായത്തിലെ 2.5 കിലോമീറ്ററോളമുള്ള ഭാഗമാണ് തകർന്നു കിടക്കുന്നത്. യുവദീപ്തി KCYM കോതമംഗലം രൂപത യുവോത്സവ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു. ജേതാക്കളായി വാഴക്കുളം യൂണിറ്റ്. മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതി. അറേക്കാട് ദേവീക്ഷേത്രം കാഴ്ച ശ്രീബലി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായി മുളവൂർ യൂണിറ്റിന്റെയും മുളവൂർ പൊന്നിരിക്കപ്പറമ്പ് പൗരസമിതിയുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ഫ്യൂച്ചർ മൂവാറ്റുപുഴ. നഗരത്തിന്റെ വികസനത്തിന് രൂപം നൽകുന്ന ചർച്ചകളാണ് നടന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി. ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് നഗരവികസന സമഗ്ര പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്നും ചെയർപേഴ്സൺ. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് സമാപിച്ചു. ഇന്ത്യയിലെ പാരമ്പര്യ വിജ്ഞാനവും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിച്ചുള്ള സുസ്ഥിര വികസനം എന്ന പ്രമേയത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. വിവിധ വിഷയങ്ങളിലായി 120ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഹീനമായ രാഷ്ട്രീയം ഇടതുപക്ഷം അവസാനിപ്പിക്കണമെന്ന് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ നൽകിയ വിവരങ്ങളിൽ യാതൊരു വിധത്തിലുള്ള വ്യാജ വിവരവും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ജോയിസ് മേരി ആന്റണി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഹീനമായ രാഷ്ട്രീയം ഇടതുപക്ഷം അവസാനിപ്പിക്കണമെന്ന് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി. നിയമപരമായും രാഷ്ട്രീയപരമായും ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ നേരിടുമെന്നും ഇതുവരെ ഇലക്ഷൻ പെറ്റീഷനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നോട്ടീസ് വ്യക്തിപരമായി തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ജോയിസ് മേരി ആന്റണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നോട്ടീസിന്റെ ഉള്ളടക്കം എന്താണെന്നറിയാത്തതിനാൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ അതേക്കുറിച്ച് വിശദമായി പ്രതികരിക്കുന്നത് ഉചിതമല്ലെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ നൽകിയ വിവരങ്ങളിൽ യാതൊരു വിധത്തിലുള്ള വ്യാജ വിവരവും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ജോയിസ് മേരി ആന്റണി പറഞ്ഞു. ഞാൻ ഈ ഒരു ഇലക്ഷൻ കേസിനെ അതല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തെ ഒരു ഇലക്ഷൻ കേസ് എന്നുള്ള രീതിയിൽ മാത്രമേ നോക്കിക്കാണുള്ളൂ. അപ്പം അതിൻ്റെതായ ഒരു സീരിയസ്നെസ് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഇവർ പറയുന്നുണ്ട് ഞാൻ നോട്ടീസ് കൈപ്പറ്റിയില്ല, ബോധപൂർവം നോട്ടീസ് കൈപ്പറ്റാതെ ഒളിച്ചോടി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇലക്ഷനോടനുബന്ധിച്ചിട്ട് ആ സമയത്ത് തന്നെ ഞാൻ ലതാ പാലത്തിനടുത്തുള്ള പെട്ര എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പുതിയ വാർഡായിട്ടുള്ള SNDP 24-ാം വാർഡിലേക്ക് ഞാൻ താമസം മാറിയിരുന്നു. ഈ അഡ്രസ്സ് ഞാൻ ഒരിടത്തും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് നോട്ടീസ് കിട്ടാത്തത്. പക്ഷെ ഒരു ദിവസം എനിക്ക് പോസ്റ്റ് വുമൻ്റെ ഒരു കോള് വന്നിരുന്നു. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്, ഇതെന്താണെന്നോ എവിടുന്നാണെന്നോ എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ദിവസം അവിടെ വന്ന് ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ അവരെ വിളിച്ചിരുന്നു. ഈ ഒരു രജിസ്റ്റേർഡ് ഉണ്ട്, അപ്പം എനിക്കൊന്ന് കളക്ട് ചെയ്യാനായിട്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇതുമായിട്ട് കേസിൻ്റെ ഒരു ബന്ധം പോലും എനിക്കറിയില്ല, ഇങ്ങനെ ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ തിരിച്ചു വിളിച്ചു. അപ്പോൾ അവർ തലേദിവസം എടുത്തില്ല. പിറ്റേ ദിവസം വീണ്ടും ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു അത് ഓൾറെഡി റിട്ടേൺ പോയി, ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഈവനിങ്ങിൽ വിളിച്ചപ്പോൾ പറഞ്ഞു അത് റിട്ടേൺ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെന്താണ് രജിസ്റ്റേർഡ് എന്നുള്ളത് എനിക്കറിയില്ല. ഇതിനൊക്കെ ശേഷം ഈ വാർത്തകളും ആരോപണങ്ങളും ഒക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു കേസാണെന്നും ഇത്രയധികം ആരോപണങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത ഞാൻ അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിനെ പറ്റി എൻ്റെ അറിവനുസരിച്ചിട്ട് പ്രതിപാദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ചെറിയൊരു അറിവ്. അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ബോധിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുകയോ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും ഞാൻ അടിവരയിട്ട് പറയുന്നു, നാളിതുവരെയുള്ള പൊതുപ്രവർത്തനത്തിൽ യാതൊരു കളങ്കവും വീഴ്ത്തിയിട്ടില്ല. വളരെ സുതാര്യമായിട്ട് തന്നെ കഴിവിൻ്റെ പരമാവധി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റി എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ 100% എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ കൊടുത്ത ഒരു രേഖകളിലും വ്യാജമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. അതെനിക്ക് അടിയുറച്ചു പറയാനായിട്ട് പറ്റും. ഒരു വ്യാജമായിട്ടുള്ള ഒരു രേഖകളും ഞാൻ ഒരിടത്തും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അത് വലിയൊരു കുറ്റമാണെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയാണ് ഇടതുപക്ഷം കഥകൾ മെനയുന്നതെന്നും ജോയിസ് മേരി ആന്റണി. ICDS ക്ലാസ് എടുക്കുന്നതിന് പണം വാങ്ങിയെന്നത് തെറ്റാണെന്നും കൃത്രിമമൊന്നും നടത്തിയിട്ടില്ലെന്നും ജോയിസ് മേരി ആന്റണി.
ഒരു മൈക്കും മുൻപിൽ 3 ആള് കിട്ടിക്കഴിഞ്ഞാൽ എന്തും വിളിച്ചു പറയാൻ പറ്റുമെന്നുള്ളൊരു സംസ്കാരത്തിലേക്ക് CPM പോയിരിക്കുകയാണ്. ഒരു സ്ത്രീയാണെന്നുള്ളൊരു പരിഗണന ഇല്ലാതെ കണ്ട് 2 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളൊരു പരിഗണന, പൊതുപ്രവർത്തക എന്നുള്ള ലേബൽ അവിടെ സെക്കൻഡറി ആയിട്ട് മാറ്റിവെക്കുക. ആ ഒരു പരിഗണന പോലും ഇല്ലാതെ കണ്ട് ഒരു മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആയിട്ട് അതിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ICDSന്റെ ഒക്കെ ക്ലാസ്സിൽ 5000 രൂപ വെച്ചൊക്കെ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ എത്ര ലെവലിൽ നിൽക്കേണ്ടതാണ് ICDSന്റെ ഒരു ക്ലാസ്സിന്. അതിൽ ഒരു വ്യാജ ഡോക്യുമെന്റും കൊടുത്തിട്ടോ ഒരു വ്യാജ രോഗ കൊടുത്തിട്ടോ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. ഞാനൊരു ട്രെയിനറാണ്. ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ പല കോളേജുകളിലും പല സ്ഥലങ്ങളിലും ഞാൻ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട്. മറ്റന്നാൾ ഞാൻ പോകുന്നുണ്ട് ക്ലാസ് എടുക്കാനായിട്ട് ഒരു കോളേജിൽ. അപ്പോൾ അതിലെന്താണ് തെറ്റുള്ളത്? അതിൽ ഞാൻ ഒരു തരത്തിലുമുള്ള കൃത്രിമത്വം ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പോഴും 100% ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ പറയുന്നു, ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഞാൻ തള്ളിക്കളയുന്നു. ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു തരത്തിലും എന്നെ ബാധിക്കില്ല. പക്ഷെ മാനസികമായി എന്നെ തകർത്തത് എൻ്റെ കുടുംബത്തെ ഇതിലേക്ക് വലിച്ചഴിച്ചു. ഒരു സ്ത്രീ എന്നുള്ള മര്യാദ പോലും തരാതെ കണ്ട് മൈക്ക് കെട്ടി എന്ത് തോന്നിവാസവും എന്ത് ആഭാസതരവും വിളിച്ചു പറയാം എന്നുള്ള രീതിയിൽ കഥകൾ മെനഞ്ഞു പറഞ്ഞത് എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിച്ചു. വ്യക്തിപരമായ ആക്രമണങ്ങൾ കൊണ്ട് പിന്തിരിയില്ലെന്നും ജനങ്ങൾ നൽകിയ വിശ്വാസം കാത്തുസൂക്ഷിച്ച് മുന്നോട്ടു പോകുമെന്നും ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. മാനാറി കീഴില്ലം റോഡ് തകർന്നു കിടക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പായിപ്ര രായമംഗലം പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ പായിപ്ര പഞ്ചായത്തിലെ 2.5 കിലോമീറ്ററോളമുള്ള ഭാഗമാണ് തകർന്നു കിടക്കുന്നത്. മാനാറി കീഴില്ലം റോഡ് തകർന്നു കിടക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ചെറുവട്ടൂർ പായിപ്ര റോഡിലെ മാനാറി കാവുമ്പടിയിൽ നിന്ന് ആരംഭിച്ച് കീഴില്ലം MC റോഡിൽ എത്തിച്ചേരുന്ന പ്രധാന റോഡാണ് മാനാറി കീഴില്ലം റോഡ്. പായിപ്ര രായമംഗലം പഞ്ചായത്തിലൂടെ പോകുന്ന റോഡിന് 5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇതിൽ 2.5 കിലോമീറ്റർ റോഡ് രായമംഗലം പഞ്ചായത്തിലും 2.5 കിലോമീറ്റർ റോഡ് പായിപ്ര പഞ്ചായത്തിലുമാണ്. രായമംഗലം പഞ്ചായത്തിലെ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലായതിനാൽ കാലാകാലങ്ങളിൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. പായിപ്പട പഞ്ചായത്തിലെ 2.5 കിലോമീറ്ററോളം വരുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. കാൽനട യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡ് തകർന്നു കിടക്കുകയാണ്. ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുൻപ് റോഡ് ടാർ ചെയ്തതാണ്. അതിനുശേഷം അറ്റകുറ്റപ്പണികളൊന്നും തന്നെ നടത്തിയിട്ടില്ല. അമിത ഭാരം കയറ്റിയ ടോറസ് ലോറി ഉൾപ്പെടെ നിയന്ത്രണമില്ലാതെ റോഡിലൂടെ പോകുന്നതാണ് റോഡ് തകരാൻ പ്രധാന കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നിശ്ചിത ടൺ ഭാരം കയറ്റിയ വാഹനങ്ങളെ റോഡിലൂടെ സഞ്ചരിക്കാവൂ എന്ന് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു പ്രയോജനവുമില്ല. കോതമംഗലത്ത് നിന്നും എളുപ്പത്തിൽ കോലഞ്ചേരിയിൽ എത്തുവാൻ കഴിയുന്ന റോഡാണിത്. MC റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ KSRTC ബസ് ഉൾപ്പെടെ വഴിതിരിച്ചു വിടുന്നത് ഈ റോഡിലൂടെയാണ്. ത്രിതല പഞ്ചായത്തുകളിൽ നിരവധി പരാതികൾ നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരമായിട്ടില്ല. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന മാനാട് കീഴിലം റോഡ് നവീകരിക്കുവാൻ ആവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച് എത്രയും വേഗം റോഡ് നവീകരണം പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. യുവദീപ്തി KCYM കോതമംഗലം രൂപതയുടെ 3ാമത് യുവോത്സവ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നിർമ്മല കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ വാഴക്കളം യൂണിറ്റ് ജേതാക്കളായി. യുവദീപ്തി KCYM കോതമംഗലം രൂപതയുടെ 3ാമത് യുവോത്സവ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഫെബ്രുവരി 8-ന് ആരംഭിച്ച ടൂർണമെന്റ് ഫാദർ ജിനോ പുന്നമറ്റം ഉദ്ഘാടനം ചെയ്തു. രൂപതാ പ്രസിഡന്റ് സാവിയോ തോട്ടുപടം അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി 14, 22 തീയതികളിലായി നടന്ന മത്സരങ്ങളിൽ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ വാഴക്കളം യൂണിറ്റ് ജേതാക്കളായി. കലൂർ യൂണിറ്റ് 2ാം സ്ഥാനവും മൈലക്കൊമ്പ് യൂണിറ്റ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികളായ വാഴക്കുളം ടീമിന് 7000 രൂപയും എവർ റോളിംഗ് ട്രോഫിയും, 2ാം സ്ഥാനം നേടിയ കലൂർ ടീമിന് 5000 രൂപയും ട്രോഫിയും, 3ാം സ്ഥാനക്കാരായ മൈലക്കൊമ്പ് ടീമിന് 3000 രൂപയും ട്രോഫിയും സമ്മാനമായി നൽകി. രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആന്റണി വിളയപ്പിള്ളിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതി അറേക്കാട് ദേവീക്ഷേത്രം കാഴ്ചശ്രീവിലി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായി മുളവൂർ യൂണിറ്റിന്റെയും മുളവൂർ പൊന്നിരിക്കപ്പറമ്പ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ മധുരപലഹാരങ്ങളും ശീതളപാനീയങ്ങളും വിതരണം ചെയ്താണ് സ്വീകരണം നൽകിയത്.
മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതി മുളവൂർ അറയക്കാട് ദേവീക്ഷേത്രം കാഴ്ചശ്രീ ബലി ഘോഷയാത്രയ്ക്ക് വ്യാപാരി വ്യവസായി മുളവൂർ യൂണിറ്റിന്റെയും മുളവൂർ പൊന്നിരിക്കപ്പറമ്പ് പൗരസമിതിയുടെയും നേതൃത്വത്തിൽ മധുര പലഹാരങ്ങളും ശീതള പാനീയങ്ങളും വിതരണം ചെയ്ത് സ്വീകരണം നൽകി. മുളവൂർ പൊന്നിരിക്കപ്പറമ്പിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ കേരള ആരോഗ്യ സർവകലാശാലയിൽ നിന്നും ഫാം ഡിയിൽ 2ാം റാങ്ക് നേടിയ ഡോണ ബേസിൽ ഉതുപ്പാനെ മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ വ്യാപാരി വ്യവസായി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ എ രാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ PM അബൂബക്കർ, വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് PM മൈദീൻ, വ്യാപാരി വ്യവസായി യൂണിറ്റ് സെക്രട്ടറി TM സാദിഖ്, വനിതാ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ വിജയലക്ഷ്മി, YM ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MM യൂസഫ്, വ്യാപാരി വ്യവസായി യൂണിറ്റ് ട്രഷറർ PV റോയി, അടയക്കാട് ദേവീക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് സിജു വടവൂർ, അടയക്കാട് ദേവീക്ഷേത്രം മുൻ മേൽശാന്തി B ഹരികുമാർ, വ്യാപാരി വ്യവസായി വനിതാ യൂണിറ്റ് സെക്രട്ടറി ലാലി റോയി എന്നിവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നഗരവികസനത്തിന് രൂപം നൽകുന്ന ചർച്ചകളാണ് ഫ്യൂച്ചർ മൂവാറ്റുപുഴയിൽ നടന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് നഗരവികസന സമഗ്ര പദ്ധതി വിഭാവനം ചെയ്തതെന്നും ചെയർപേഴ്സൺ. ഫ്യൂച്ചർ മൂവാറ്റുപുഴ ആശയങ്ങൾ ഉൾക്കൊണ്ട് മൂവാറ്റുപുഴയ്ക്ക് ഒരു സമഗ്ര പദ്ധതി വിഭാവനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗതാഗതം, നദി കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വികസനം, നദീതീര സൗന്ദര്യവൽക്കരണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്ക് മുൻഗണന നൽകിയും നഗരസഭയുടെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടും ഉപയോഗിക്കപ്പെടുത്താതെ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ചും നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും പദ്ധതിയുടെ ഭാഗമായി പരിഗണിക്കുമെന്നും ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭയുടെ ഈ ഒരു കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് റീപ്രപ്പോസിങ് ഡിഫറെൻറ്റ് ബിൽഡിങ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കോടാനുകോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ചിട്ടുള്ള നഗരസഭ ആസ്തിയിൽപ്പെട്ടിരിക്കുന്ന പല കെട്ടിടങ്ങളും നമുക്കറിയാം. അപ്പോൾ പുതിയ കുറേ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിലുമൊപ്പം അതിനൊക്കെ അപ്പുറം ഈ കൗൺസിൽ പ്രാധാന്യം കൊടുക്കുന്നത് നിലവിലുള്ള നമ്മുടെ അസറ്റുകൾ എങ്ങനെ കൃത്യമായി ഉപയോഗപ്പെടുത്താം, നമ്മുടെ വരുമാനം എങ്ങനെ കൂട്ടാം, അതിലൂടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ പ്രാധാന്യം കൊടുക്കാം. ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. മറ്റുള്ളവർ സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. മാലിന്യമുക്ത നഗരസഭയ്ക്കായുള്ള പ്രവർത്തനങ്ങളും നടപ്പിലാക്കുമെന്നും ജോയ്സ് മേരി ആന്റണി. ഇനി നമ്മുടെ ഈ ഒരു കൗൺസിൽ തീരുമാനിക്കുന്നത് മാലിന്യമുക്ത നഗരസഭയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ്. അതാണ് മറ്റൊരു പൂർണ്ണമായിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു ആശയം ഉരുത്തിരിഞ്ഞ് വരുന്ന സന്ദേശങ്ങൾ വരുന്ന കൗൺസിൽ തീരുമാനം എടുക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 6 മാസത്തെ കാലയളവ് എല്ലാ സ്ഥാപനങ്ങൾക്കും വീടുകൾ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മൾ കൊടുക്കും. കൃത്യമായ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് ഒരു 6 മാസത്തെ സാവകാശം അവർക്ക് കൊടുത്തുകൊണ്ട് നഗരസഭയുടെ കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും. ഈ 6 മാസ കാലയളവിനുള്ളിൽ അതിനെ അവർക്ക് റെക്ടിഫൈ ചെയ്യുക, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. വേറെ എന്തെങ്കിലും സപ്പോർട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായും കൊടുക്കും. ഈ 6 മാസ കാലയളവിന് ശേഷം കൃത്യമായ നടപടികളുണ്ടാകും. നഗരസഭയുടെ ഫണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കാനാണ് നഗരസഭാ കൗൺസിൽ ലക്ഷ്യമിടുന്നതെന്ന് വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ നഗരം പുഴയും പുഴയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കൂടുതലും നമ്മൾ പുഴയുടെ തീരങ്ങൾ, അതിൻ്റെ റോഡുകൾ, ടൂറിസം പദ്ധതികൾ, തൂക്കുപാലം അതടക്കം അതിൻ്റെ പൂർത്തീകരണമൊക്കെ നമ്മൾ ഇതിനകത്ത് ലക്ഷ്യമിടുന്നുണ്ട്. അതിലുപരി പ്രധാനമായിട്ടും നമ്മുടെ നഗരസഭയിൽ മുൻകാലങ്ങളിൽ നമ്മൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഒരു പൈസ പോലും റവന്യൂ ഇല്ലാത്ത ഒട്ടനവധി പ്രോജക്റ്റുകൾ നിന്ന് കിടക്കുന്നുണ്ട്. ഇതൊന്നാണ് നമ്മുടെ സ്ലോട്ടർ ഹൗസ്, നമ്മുടെ ഹൈജീനിക് ഫിഷ് മാർക്കറ്റ്, അതുപോലെ അർബൻ ഹട്ട്, നമ്മുടെ ഷീ ലോഡ്ജ് അടക്കം. അതൊക്കെ നമുക്കൊരു പുത്തൻ ജീവൻ നൽകാനാണ് ഈ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അപ്പോൾ അതിന് എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടി ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഫണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ അത് ഉപയോഗപ്പെടുത്താനും, നമ്മൾ വെറുതെ ഫണ്ട് എവിടെയെങ്കിലും കൊണ്ടേ കുഴിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. ഇത്തരം ഫണ്ടിൻ്റെ അവസ്ഥ തന്നെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. സംസ്ഥാന ഫണ്ടും നമ്മുടെ ഓൺ ഫണ്ടൊക്കെ വളരെ കുറവാണ്. ഉള്ളത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദകരമായ രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ഈ കൗൺസിൽ ലക്ഷ്യമിടുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് സമാപിച്ചു. ഇന്ത്യയിലെ പാരമ്പര്യ വിജ്ഞാനവും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിച്ചുള്ള സുസ്ഥിര വികസനം എന്ന പ്രമേയത്തിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കോൺക്ലേവിനാണ് സമാപനമായത്.
മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് ഗ്യാൻ സമാവേശ് സമാപിച്ചു. കോളേജ് റിസർച്ച് ഡെവലപ്മെന്റ് സെല്ലിന്റെയും ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിന്റെയും നേതൃത്വത്തിൽ MG സർവകലാശാല കോളേജ് ഡെവലപ്മെന്റ് സെൽ എന്നിവയുടെ സഹകരണത്തോടെ 2 ദിവസങ്ങളിലായി നടന്ന കോൺക്ലേവിനാണ് സമാപനമായത്. ഇന്ത്യയിലെ പാരമ്പര്യ വിജ്ഞാനവും ആധുനിക സാങ്കേതിക വിദ്യയും സമുന്നയിച്ചുള്ള സുസ്ഥിര വികസനം എന്ന പ്രമേയത്തിലാണ് 2 ദിവസങ്ങളിലായി കോൺക്ലേവ് സംഘടിപ്പിച്ചത്. വിവിധ വിഷയങ്ങളിലായി 120ഓളം പ്രബന്ധങ്ങൾ കോൺക്ലേവിൽ അവതരിപ്പിച്ചു. ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ പോൾ പാടത്താഴം അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ കൊസാറ്റ് രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ അരുൺ AU മുഖ്യപ്രഭാഷണം നടത്തി. Normally we are thinking about the Indian knowledge system. When you are thinking about what are the traditional knowledge that we are having, normally research is not pertaining to that thing. The majority of the research is pertaining to area where which the researcher would be able to do research in an easy way. Normally when you are selecting any topic, normally it will be related with the common man or related with the nature or related with it will be useful for the survival as well as the usage of the common man. This is the way through which you have to select the topic as well as we have to do the research. Normally it is not happening so. Whenever we are selecting the topic, when we are doing the research, I think as far as new research colleges are concerned, when we are selecting the topic, I think this thing should be keep in mind that it should be touched with the life of the common man. I congratulate the department as well as college as well as the committee members, because to organize any of this activity, it is not a that much easy thing as far as the college is concerned. They would be able to conduct this program and nearly 120 presentation was there. It means 120 persons from different part of Kerala, different part of India would be able to take part in the presentation and they presented their paper and normally their proceedings will be there. വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജൻ സമാപന സന്ദേശം നൽകി. There are so many engineering marvels in our country. So നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി എല്ലാം ചർച്ച ചെയ്യുമ്പോഴും റിസർച്ച് നടത്തുമ്പോഴും ഓരോ കാര്യത്തിലെയും ഇന്ത്യൻ ആൾട്ടർനേറ്റീവ് ഓർ ലോക്കൽ ആൾട്ടർനേറ്റീവ്, ട്രഡീഷണൽ ആൾട്ടർനേറ്റീവ് എന്താണെന്ന് വി ഹാവ് ടു ട്രൈ ടു ഫൈൻഡ് ഔട്ട് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്. അപ്പോൾ നമ്മൾ ഈ റിസർച്ചിലേക്കും ഗവേഷണത്തിലേക്കും കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മറ്റ് ഇന്റർനാഷണൽ ജേർണൽസ് വി ഹാവ് ടു റെഫർ ഇന്റർനാഷണൽ ജേർണൽസ് ആൻഡ് ഓൾ ദ പബ്ലിക്കേഷൻസ് പോസിബിൾ. We should do the research, literature survey extensively and all the papers related to what you have to study. At the same time, അത് സംബന്ധമായിട്ടുള്ള ഇന്ത്യൻ ആൾട്ടർനേറ്റീവ് എന്താണെന്ന് നമ്മൾ പരിശോധിക്കുന്നത് വിധമായിരിക്കും. അക്കാദമിക പോസ്റ്റർ പ്രദർശന മത്സരത്തിലെ വിജയികളെയും PhD ഗൈഡുകളെയും പുതുതായി PhD കരസ്ഥമാക്കിയവരെയും കോൺക്ലേവിൽ നടത്തിയ വിവിധ അക്കാദമിക മത്സരങ്ങളിലും പങ്കെടുത്തവരെയും ചടങ്ങിൽ ആദരിച്ചു. Dr. Chitra Rajagopal, Reverend Dr. Francis Mike, Dr. Georgie Dominic, നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ K. കുര്യാക്കോസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോണി കുര്യാക്കോസ്, കൺവീനർ ഡോക്ടർ ജൂലിയ ഇമ്മാനുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. പൈങ്ങോട്ടൂർ കടവൂർ 4-ാം ബ്ലോക്ക് കടക്കോട്ട് തങ്കമ്മ 67 നിര്യാതയായി. സംസ്കാരം നടത്തി. പരേത പനങ്കര വയലിൽ കുടുംബാംഗമാണ്. ഭർത്താവ് കൃഷ്ണൻ, മകൻ ജയൻ, മരുമകൾ സിന്ധു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.